നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ പോയി ചായ എടുക്ക്. നിക്കവിടെ. നീ എവിടേക്കാ പോകുന്നേ? ഇവർക്ക് ചായ എടുക്കാൻ. നിന്നോട് ആരെങ്കിലും ചായ കൊടുക്കാൻ പറഞ്ഞോ? എടി 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 മരുമോളെ, എന്റെ മോളെ കെട്ടിയത് തന്നെ ഇവർക്ക് ബമ്പർ ലോട്ടറിയാ. ഇനി നീ ചായ കൂടി കൊടുത്ത് അവരെ ഒരിക്കൽ കൂടി സൽക്കരിക്കണ്ട. അവിടെ ഒരു ചായ, മനസ്സിലായോ? ഇത് കല്യാണക്കുറിയാണ്. അവിടെ എങ്ങാനും വക്കടോ. എന്തൊക്കെയായാലും സാറും കുടുംബവും കല്യാണത്തിന് വരണം. 27-ാം തീയതിയാ കല്യാണം. ഇനി 2 ദിവസം കൂടിയുള്ളൂ. 27-ാം തീയതി പാർട്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അച്ഛാ. ശരിയാ. ഈ നിർണയ ക്യാമ്പ് ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് കണ്ടെത്തുന്ന ക്യാമ്പിൽ പോകുന്നതാ. ക്യാമ്പ് കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ ക്ഷണിക്കാതെ വന്നവര് അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകാം. ശരി. അവരെ ഇത്രയ്ക്ക് അപമാനിക്കേണ്ടിയിരുന്നില്ല അച്ഛാ. എന്തു പറഞ്ഞാലും നമ്മുടെ ഹരിത ഇവിടെ ഈ ആണായി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അനുജനെ പോലെ ആണത്വവും വേണം. എന്റെ പൊന്നു സുമലതേ, നീ ഇവനെ തന്നതിന് പകരം ഒരു ചാപിള്ളയെ തന്നാ മതിയായിരുന്നു. കഷ്ടം. ഇങ്ങോട്ട് മാധവേട്ടന് സങ്കടായില്ലേ? ഇത്രത്തോളം അപമാനവും താറടിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം പോട്ടെ, ഒരു ഭിക്ഷക്കാരുടെ വില പോലും നമുക്കില്ല മാധവേട്ട. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? പോട്ടെ ചന്ദ്രികെ, നമ്മളെപ്പോലെ അവരുടെ മോളുടെ കാര്യത്തില് അവർക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. എല്ലാം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മോൻ തട്ടിത്തെറിപ്പിച്ചില്ലേ? അതിന്റെ ദേഷ്യം തീർത്തതാണെന്ന് കൂട്ടിയാൽ മതി. പ്രായം കിടന്നിട്ടും വിവാഹം നടക്കാത്തതിന്റെ വേദന ഒരുപാട് സഹിച്ചവളല്ലേ വന്ദന. അവളുടെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ഇതൊക്കെ ഒരു ദുരനുഭവമാണോ? നീ വാ. ഇനി ഈ കല്യാണം വിളിക്കാൻ എങ്ങോട്ടാ പോകേണ്ടത്? സുചിത്രയുടെ അമ്മയെ ക്ഷണിക്കണമെന്ന് അവള് കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറില്ലേ? അതിനെന്താ? സുചിത്രമോളുടെ അമ്മയെ നേരിട്ട് പോയി ക്ഷണിക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന കാര്യമല്ലേ? അത് അവൾക്ക് അറിയില്ലല്ലോ മാധവേട്ട. അവരിപ്പോ വീട്ടിലുണ്ടോന്നറിയില്ല. ഫോൺ ചെയ്ത് നോക്കാം. ആദ്യം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് കല്യാണം പറയാം, എന്നിട്ട് സുചിത്രയുടെ അമ്മയെ പോയി കാണാം. എന്താ? അത് മതി. അതിനു മുമ്പ് സുചിത്രമോളുടെ അമ്മ എവിടെയുണ്ടെന്ന് നീ ഒന്ന് അന്വേഷിച്ചു വെച്ചാ മതി. ശരി. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഏജ്ഡായ തൊഴിലാളികളെ കമ്പനി പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാലോ. മാക്സിമം 6 മാസം. അതുവരെ മാധവന് സർവീസ്. സാർ, എനിക്ക് പെൻഷനാവാൻ ഇനി 2 വർഷത്തെ കാലാവധി കൂടി ഉണ്ട്. ശരി തന്നെ.
നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസും ആത്മാർത്ഥയുമുള്ള ഒരാളെ പിരിച്ചുവിടാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ കമ്പനിയുടെ തീരുമാനം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. എന്നാ പിന്നെ സമയം കളയണ്ട, കല്യാണം വിളി നടക്കട്ടെ. ഞാനും അല്പം തിരക്കില്ല. ശരി സാർ. ആ ശരി. എന്തായിരുന്നു മാനേജറുമായിട്ടൊരു സ്വകാര്യം? അല്ല, അത് ഈ PF-ന്റെ പണം കിട്ടാനായിട്ടേ ചില പേപ്പറുകളിൽ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അത് സാങ്ഷനായി. ആണോ? ആ. ഈശ്വര. നമുക്ക് പോവാം. ആ. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ളതല്ലേ ഒരു സന്തോഷം. ഒന്ന് പോടാ അവിടെ നിന്ന്. ഗൈസ്, നമുക്ക് വന്ദന ചേച്ചിയുടെ വിവാഹം മഹാസംഭവമാക്കി മാറ്റണം. പിന്നെ വർഷ അളിയനും തമ്മിലുള്ള കല്യാണമായിരുന്നെങ്കിലേ അതൊരു പ്രത്യേക വൈബായിരുന്നേനെ അല്ലേ? ഇപ്പൊ നടക്കാൻ പോകുന്ന കല്യാണം എന്റെയും വർഷയുടെയും കല്യാണത്തിന്റെ ഒരു ട്രെയിലർ അല്ലേ മിഥുനളിയ? ഇത് കഴിഞ്ഞാലുടനെ ശരിക്കുള്ള പടത്തിന്റെ റിലീസ് മാമാങ്കമായിരിക്കും. മാമാങ്കോ 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 ഒന്ന്. ആ, ഇനിയിപ്പോ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ക്ഷണക്കത്ത് കിട്ടാത്തതിന്റെ പരിഭവം ആർക്കും വേണ്ട. എന്നാ പിന്നെ ക്ഷണക്കത്തെടുക്ക്. അർച്ചന, ആഹാ. പ്രവീണ, അതെ, എന്റെ കൈ ഫ്രീ അല്ല. ആ, ശ്രീലക്ഷ്മി, ഉം. ഇത് ശ്യാമിന. ഏയ്, എനിക്ക് കത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്താ വിളിക്കാത്ത കല്യാണത്തിന് മാത്രമേ പോയി നിനക്ക് ശീലമുള്ളോ? വല്ലപ്പോഴെങ്കിലും വിളിച്ച കല്യാണത്തിന് പോടാ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വർഷയുടെ ചേച്ചി എന്റെയും ചേച്ചിയാണല്ലോ. നമ്മൾ തമ്മിലൊരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ? ഇനി നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ആ, അതെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വന്ദനേച്ചിയുടെ കല്യാണം അടിച്ചു പൊളിക്കും അല്ലേ മുത്തേ? കല്യാണത്തിന്റെ തലേദിവസം തന്നെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. യെസ് മാഡം, ഏറ്റിരിക്കുന്നു. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ശ്യാമിന്റെ കാമുകി ആരാണെന്നുള്ള അറിയിപ്പുണ്ടാവും. ആ അറിയിപ്പുണ്ടായില്ലെങ്കിലേ ഇവന്റെ ചരമ അറിയിപ്പ് ഞാൻ പുറത്തിറക്കും. ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ കത്ത് കൊടുക്കണം, ടൈമില്ല. എടാ, ഇങ്ങനെ നോക്കിന്നാ പോരാ. കല്യാണത്തിന് നല്ല ഫ്രീക്കന്മാര് വരും. അവന്മാരെങ്ങാനും കൊത്തിക്കൊണ്ട് പോയാലേ നിന്റെ കാര്യം കുതാഹവ അല്ലേ? ചേച്ചിയെ കെട്ടാൻ പോകുന്നതേ ഒരു കോടീശ്വരനാ. അയാളുടെ അഡ്രസ്സിൽ വർഷയ്ക്കൊരു കോടീശ്വരന്റെ ആലോചന വന്നാലോ? പെണ്ണാണ്, അവൾ അതിലേക്ക് വീഴും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അളിയാ, നിന്റെ കാര്യം തീരുമാനമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.